നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൽ DRL എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്. ഇത് ചില വാഹനങ്ങൾക്കെങ്കിലും കളർ ഡിഫറൻസ് വരാറുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ ബ്രസ്സയല്ല, ഇതിൻ്റെ മുമ്പുള്ള ബ്രസ്സയ്ക്ക് ഈ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ആകുന്നുണ്ടായിരുന്നു. ഇതുപോലെ എൻ്റെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജെറിനാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറാണ്. ജെറിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: 2020 ബ്രസ്സ VXI 45,000 കിലോമീറ്റർ 3 വർഷമായിട്ടുണ്ട്. ഇനി പറയുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഒന്ന്, പ്രൊജക്ടർ ഹെഡ്ലൈറ്റിൽ സംയോജിപ്പിച്ചിരിക്കുന്ന മുൻ വലത്ത് ഇടത്ത് സൂചകം ചിലപ്പോൾ അപ്രതീക്ഷിതമായി പ്രവർത്തിക്കില്ല. അതായത് ഇൻഡിക്കേറ്റേഴ്സാണ്. ഏതായാലും മലയാളം കുറച്ച് കട്ടി കൂടുതലാണ്, അത് ഞാൻ മലയാളത്തിൽ കുറച്ച് പുറകോട്ടാണ്. ഓക്കെ, അത് രണ്ട് സൈഡിലെ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യാറില്ല. പ്രധാന ബാറ്ററി മാറ്റേണ്ടതുണ്ടെന്ന് സേവന കേന്ദ്രം പറഞ്ഞു. ഷുവറായിട്ടും അതൊരു ബാറ്ററിക്ക് ഇഷ്യൂ വരുന്ന സമയത്ത്, അതായത് ബാറ്ററിയുടെ വോൾട്ടേജിന് പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യാറില്ല. അത് ആ മോഡൽസിനുള്ള കംപ്ലയിൻ്റ് അല്ല, അത് അങ്ങനെയാണ്. അത് ശരിക്കും അത് ഈ ഒരു 3-4 കംപ്ലയിൻറ്റ്സ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ. അത് ഓട്ടം കുറവുള്ള വാഹനം, ഏകദേശം 1 മാസത്തോളം ഓടാതെയൊക്കെ ഇട്ടിരിക്കുന്നൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, അതായത് വേറെ ബാറ്ററി കൊണ്ടുവച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ലൈറ്റ് കത്താറില്ല. ബാറ്ററി നോർമലായിട്ട് ചാർജ് ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം ഈ ലൈറ്റ് കത്തും. പേടിക്കേണ്ട കേസ് ഒന്നുമില്ല അതിന്. സെക്കൻഡ്, DRLൻ്റെ മഞ്ഞ നിറം, സൂര്യപ്രകാശം, ചൂട്, ലൈറ്റ് ട്യൂബ് ഓർ ഗൈഡിലേക്കുള്ള എനിക്കത് പെട്ടെന്ന് ഇച്ചിരി പ്രശ്നമുള്ള മലയാളമാണ്. ഏതായാലും ഞാൻ ഒന്ന് ഇട്ടേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. സംഭവം ഇത്രയേ ഉള്ളൂ. DRLന് മഞ്ഞ കളർ വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ DRLന് ഈ മഞ്ഞ കളർ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് തന്നെയാണ്. ഒരുപാട് വെയിലടിച്ചതിൻ്റെ ഒന്നുമല്ല. DRLന് മഞ്ഞ കളർ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് വിൽ വാറണ്ടി തന്നെ അത് കൊടുക്കാൻ സാധിക്കും. എവിടെയാണോ നിങ്ങൾ സർവീസ് ചെയ്യുന്നത് ആ സർവീസ് സെൻറ്ററിൽ തന്നെ ചെല്ലുക. അവരോട് നമ്മൾ കാര്യം പറയാം, അതായത് യെല്ലോയിഷ് കളർ വരുന്നുണ്ട്, ഇതിനിടയ്ക്ക് ഒരു റീകോൾ ക്യാമ്പ് അല്ലെങ്കിൽ ഇതിന് മാറിക്കൊടുക്കാൻ വേണ്ടി ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുഡ് വിൽ വാറണ്ടി തന്നെ നമുക്കത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഏത് സർവീസ് സെൻറ്ററിലാണോ സർവീസ് ചെയ്യുന്നത് അവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഓടിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം മാറിത്തരുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അവിടെ നിന്ന് അപ്രൂവൽ മേടിച്ച് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രം പാർട്സ് ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം പാർട്സ് ഓർഡർ ചെയ്ത് നമുക്കത് മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്. അതായത് ഈ ഒരു പാർട്സ് മാറാൻ എടുക്കുന്ന സമയം കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ 3 വർഷമായിട്ടുള്ള ഉറപ്പായിട്ട് അത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഏതായാലും ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് എന്തെങ്കിലും റിപ്ലൈ എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടി ഇടുക.